ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം റീറി എന്ന് വെച്ചാൽ ഞാൻ പോകുന്ന ജിമ്മിലെ സുംബ ട്രെയിനറുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇന്ന് ഓളെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗോൾഡൻ കളറാണ്. എൻ്റെ ഒട്ടും ഇല്ലാത്തൊരു കളറാണ് ഗോൾഡൻ. പക്ഷേ അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ബ്രൗൺ ഇട്ടാലും കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ കയറിയിട്ടാണ് പോയത്. അതൊന്നും എടുക്കാൻ പറ്റില്ല. മെട്രോയിൽ നല്ല തിരക്കായിരുന്നു. കാരണം ഈവനിങ് ടൈമിലാണ് പോയത്. സോ അവിടെ പോയിട്ട് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വന്തം റീറി. ഇതാണ് നമ്മളുടെ ബർത്ത്ഡേ ഗേള്. ആളുടെ ബർത്ത്ഡേ ആണ്. കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവരെല്ലാവരും പല പല നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവൾ ഇന്തോനേഷ്യക്കാരിയാണ്. അവളെ തൊട്ടടുത്തുള്ള ആളും ഇന്തോനേഷ്യക്കാരിയാണ്. ബാക്കി ഫിലിപ്പീനും ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലം കൂടെ പറഞ്ഞു. അങ്ങനെ പല പല ടീംസാണ്. ഇന്ത്യയിൽ നിന്ന് ഞാനും റോജയും മാത്രമേ ഉള്ളൂ. ഇതാണ് റോജ. ഇവൾ എൻ്റെ കൂടെ ആ ജിമ്മിൽ വർക്കൗട്ട് സുംബയ്ക്കൊക്കെ ഉണ്ടാവുന്നതാണ്. സോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്ത്യൻസ് ഉണ്ടായുള്ളൂ. റോജൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അവളൊരു വെജിറ്റേറിയനാണ്, അല്ലെങ്കിൽ ഒരു എഗിറ്റേറിയനാണ്. ബാക്കി അറിയാമല്ലോ, ഇതിൽ മൊത്തത്തിൽ ചിക്കനും മീറ്റും കാര്യങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ബീഫ്, ചിക്കന്, പ്രോൺസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഇവള് പക്ഷേ മൊത്തത്തിൽ കുറേ വത്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും അവൾക്ക് തിന്നാനില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊന്നും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. ഈവൻ കഴിക്കുന്ന ഞാൻ പോലും നമ്മുടെ ഇന്ത്യൻ മസാലാസ് അല്ലല്ലോ. പക്ഷേ പുതിയ എന്താ പറയുക, ഫുഡ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ഗേള് എന്താ പറയുക, നമ്മളെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വിഷ് ചെയ്യാണ്. നമ്മൾ ഈ ക്യാൻഡിൽസ് ഊതുന്നതിന് എന്തോ ഒരു മേക്ക് എ വിഷ് ആണല്ലോ, അത് സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് അവൾ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. 36 ഇയേഴ്സ് ഓൾഡ്. 2 മക്കളുണ്ട് അവളുടെ നാട്ടിൽ. ഇവിടെ ദുബായിൽ അവളും അവളെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ നമ്മൾ തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക, ഇവിടെ നിന്ന് കുക്ക് ചെയ്യുക, അതാണ് പരിപാടി. പിന്നെ ഇതാ ഈ സൈഡിലൊരു ബൗളുണ്ട്, ഇങ്ങനെ എന്തോ സാധനം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ എനിക്കറിയില്ല നല്ലതാണോ അല്ലയോ എന്ന്, കാരണം ഞാനെല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പരിചയമില്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ട്രൈ ചെയ്തില്ല. ഇവരൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്നു, കേട്ടോ ഒക്കെ നോക്കിയാൽ. Lagu ngamen. അങ്ങനെ ഇവരെല്ലാം പാട്ട് പാടുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ച് ഈ ഞണ്ടിനെ എങ്ങനെ ഇറുക്കിയെടുക്കുക എന്നുള്ള തിരക്കിലായിരുന്നു. കഷ്ടപ്പെട്ടു പോയി. നമുക്കത് അറിയില്ല, സെറ്റാവുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ട്രൈ ചെയ്തു ഇതിങ്ങനെ പിടിച്ച് പറിച്ചെടുക്കാനൊക്കെ. പക്ഷേ എവിടെ, റോജയും അവളുടെ വക കുറേ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കി ചോപ്പ് സ്റ്റിക്ക് വെച്ച് സെറ്റാക്കുക. ചെറുതിൽ സെറ്റാവാത്തതുകൊണ്ട് വലിയതെടുത്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ വലിയതെടുത്ത് ട്രൈ ചെയ്തു. പക്ഷേ എന്താ പറയുക, നമുക്ക് പറ്റാത്ത പണിയാണ്. അവൾ ഇപ്പം തന്നെ തെളിയിച്ചു തരും നല്ല രീതിക്കെല്ലാം. ഇതാണ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്നോടേ വന്നോന്ന് ചോദിച്ചു. എവിടെ വരാൻ, എൻ്റെത് കുന്തം വന്ന്. അതാ കണ്ടോ, ഡബ്ല്യു പോലെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് ട്രൈ ചെയ്യാന്നല്ലാതെ എവിടെ കിട്ടുന്നു. ഇവരൊക്കെ കൂളായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, എല്ലാം ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട്. പക്ഷെ നമുക്കത് സെറ്റാവണേ ഇല്ല. അതാ ഇവളെ ചിരിച്ച് പറ്റില്ല എന്നുള്ളത് അവളുടെ തോൽവി സമ്മതിച്ച് അവിടെ സൈഡിലിരുന്ന്. ഞാൻ വീണ്ടും ശ്രമിച്ചു പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയൊക്കെയോ അതെടുത്ത് പൊക്കി. പക്ഷേ ഈ രീതിയിലൊന്നല്ല പൊക്കേണ്ടത്. എടുത്ത് പൊക്കിയിട്ടുണ്ട്. ആ ഞണ്ടിൻ്റെ കാല് അതൊക്കെ തിന്നാൻ വെച്ച് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതല്ല, നമ്മളെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സാധനമൊന്നുമല്ല. കണ്ടോ, ഞാൻ അതൊന്നും എടുത്ത് പൊക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കിണ്ണത്തപ്പം നമ്മളെ കള്ളപ്പം പോലത്തെ ഒരു സാധനമാണെന്ന് കരുതിയിട്ട് എടുത്തതാണ്. പക്ഷേ അത് കള്ളപ്പം ഒന്നും അല്ലായിരുന്നു, വേറെ എന്തോ ഒരു അപ്പായിരുന്നു. ഇവള് കണ്ടോ ഈസി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അവർ കുറച്ചു നേരം പാട്ട് കോയി മിൽഗയായിട്ടിട്ട് കളിക്കുന്നതാണ്. നോക്കി നല്ല രസമുണ്ട്.
അങ്ങനെ കുറേ നേരം പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കരോക്കെ വെച്ച് പാടി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഒരു 6 to 9 ആണ് നമുക്കവിടെ ടൈം ഉള്ളത്. അത്രയും സമയം പുതിയ ഫ്രണ്ട്സിനെല്ലാം കണ്ടു. ഫ്രണ്ട്സിനെല്ലാം കിട്ടി, അവരുടെ അടുത്ത് സംസാരിച്ച് നല്ല രസത്തിലായിരുന്നു അവളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിതുവരെ ചൈനീസ് റെസ്റ്റോറൻറ്റ് പോയിട്ടുമില്ല, ഇങ്ങനെയൊന്നും കുക്ക് ചെയ്ത് കഴിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ആൾക്കാരായിട്ടൊന്നും നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് ഇങ്ങനെ പുതിയ ആൾക്കാരായിട്ടുള്ള ഒരു കമ്പനി എല്ലാം കിട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബായ് പറഞ്ഞ് അവർ പോയി. എൻ്റെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മൾ കയറിയ ഹോട്ടൽ. എന്തോ ഹോട്ട് കിൽന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. എന്തായാലും ഫുഡ് കൊള്ളാൻ തോന്നുന്നു.